വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ UK പ്രസ്റ്റൻ്റെ അടുത്ത് ഒരു 1000 years ഓൾഡായ ഒരു ഹോളി പ്ലേസ് ഉണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം. അങ്ങോട്ടാണ് ഇന്ന് യാത്ര. സിറ്റി നോയ്സ് ഇല്ല, ട്രാഫിക് ഇല്ല, ഓൺലി ബേർഡ് സൗണ്ട്സ്, കോൾ ബ്രീസ് ആൻഡ് ടോട്ടൽ പീസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഹെവൻ. അങ്ങനെ എനിക്ക് തോന്നിയത്. വെൽക്കം ടു ദ ഹോളി ആൻഡ് പീസ്ഫുൾ ലേഡി വെൽ ഷ്രൈൻ ഇൻ പ്രസ്റ്റൺ. ഹോണസ്റ്റ്ലി ഗൂഗിൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. But this isn't a hidden spiritual gem. People come here with prayers, tears, hope, and many believes miracles happen here. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു റിയൽ ഹിസ്റ്ററി തുടങ്ങുന്നത് ഇംഗ്ലീഷ് റിഫോർമേഷൻ സമയത്താണ്. അതായത് 16-17 സെഞ്ച്വറി കാലത്ത് ഇംഗ്ലണ്ടിലെ കാത്തലിക് വർഷിപ്പ് എന്ന് പറയുന്നത് ഒഫീഷ്യലി ബാൻഡായിരുന്നു. മാസ് അറ്റൻഡ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ പ്രീസ്റ്റിനെ ഹെൽപ്പൊക്കെ ചെയ്താൽ പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് കാത്തലിക്സ് അവരുടെ ഫെയ്ത്ത് വിടാതെ സീക്രറ്റ്ലി ഇവിടെ ഗ്യാദർ ചെയ്ത് മാസ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ഇമാജിൻ ഗൈസ്, ഫിയർ ഉണ്ടെങ്കിലും പീപ്പിൾ കണ്ടിന്യൂ ദെയർ ഫെയ്ത്ത് ഹിയർ. ദാറ്റ് ഈസ് വൈ ദിസ് പ്ലേസ് ഇസ് നോട്ട് ജസ്റ്റ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് പവർഫുൾ. ലേഡി വെൽ എന്ന പേര് വന്നത് അവർ ലേഡീസ് വെൽ എന്നതിൽ നിന്നാണ്. ഇവിടെ ഒരു ഹോളി വെല്ലുണ്ട്. അത് മദർ മേരിക്ക് ഡെഡിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആയത്. ഇതൊരു പ്രെയർ ഹാളാണ്. ഇവിടെ നമുക്ക് ക്യാൻഡിൽസ് ഒക്കെ കത്തിക്കാം. ഇവിടെ മാത്രമേ നമുക്ക് ക്യാൻഡിൽസ് കത്തിക്കാവൂ. ആൻഡ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മദർ മേരിയോട് പ്രാർത്ഥിക്കാം. ആൻഡ് ദിസ് ഇസ് ദ അവർ ലേഡി, മാതാവിൻ്റെ ഒരു ചാപ്പലാണിത്. ആൻഡ് ഇവിടുത്തെ മാതാവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു പ്രസൻസ്, ആ ഒരു പ്ലേസിൻ്റെ കാംനെസ് ശരിക്കും ഫീൽ ചെയ്യും. ഈ ഒരു ചാപ്പൽ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഐറിഷ് മെർച്ചൻ്റ് ഒരു സ്റ്റോറിയുണ്ട്. അതായത് സെഞ്ച്വറീസ് എഗോ അയർലൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഷിപ്പ് യാത്ര ചെയ്തിരുന്ന ഒരു വെൽത്തി ഐറിഷ് മാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കടലിൽ വെച്ചിട്ട് വലിയൊരു സ്ട്രോം ഉണ്ടായി കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലായി. ബട്ട് ആ ഐറിഷ് മാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇഫ് വി സർവൈവ് ദ സ്ട്രോം, തന്നെ രക്ഷിച്ചതിൻ്റെ ഭക്തി സൂചകമായിട്ട് മാതാവിന് ഒരു ചാപ്പൽ പണിയാമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. മിറാക്കുലസ്ലി സ്ട്രോം ശാന്തമായി. ഷിപ്പ് ലങ്കാസ്റ്റർ കോസ്റ്റിൽ നിയർ ആയിട്ടുള്ള പ്രസ്റ്റണിൽ റീച്ച്ഡായി. അവരെല്ലാവരും സേഫായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായി. ഫെർണിഹോഗൽ എന്ന സ്ഥലത്ത് കമ്പില്ലാതെ ഒരു ആപ്പിൾ മരവും ഒരു നീരുറവയും കണ്ടെത്തുന്നും അവിടെ ഒരു ചാപ്പൽ മാതാവിന് വേണ്ടി നിർമ്മിക്കണമെന്നും പറഞ്ഞു. ആൻഡ് ദാറ്റ് പ്ലേസ് ഇസ് ലേറ്റർ ബിക്കം നോൺ ആസ് ലേഡി വെൽ ഷ്രൈൻ. അങ്ങനെയാണ് ഇവിടെ മാതാവിൻ്റെ ഒരു പ്രതിഷ്ഠയും അതുപോലെ തന്നെ ഒരു ചെറിയ ചാപ്പലൊക്കെ ഉണ്ടായതെന്നാണ് ഇവിടുത്തെ എല്ലാവരും വിശ്വസിക്കുന്നതും ഇങ്ങനൊരു സ്റ്റോറി ഉള്ളതും. ശരിക്കും ഭയങ്കര ഒരു പീസ്ഫുൾനെസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുറേയധികം വിശുദ്ധന്മാരുടെ പിക്ചേഴ്സും അവരുടെ സ്റ്റാച്യൂസും അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫ് ക്രോസ്, പിന്നെ അതുപോലെ തന്നെ റോസറി പാത്ത്, അങ്ങനെ കുറേയധികം സംഭവങ്ങളുണ്ട്. നമുക്ക് വന്ന് ഇരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ കുറേയധികം മിറാക്കിൾസ് ഉണ്ടായിട്ടുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് റോസറി പാത്ത്. നമുക്ക് കൊന്ത ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഓരോ രഹസ്യങ്ങളുടെയും ഫോട്ടോസ് അവിടെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കൊന്തയൊക്കെ ചൊല്ലി നടക്കാം. അങ്ങനെ ഒരു റോസറി പാത്തുണ്ട്. ഇവിടെ കാണുന്ന പല കാര്യങ്ങളും ആളുകൾ പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടൊക്കെ കിട്ടുമ്പോൾ അവരതിൻ്റെ ഭക്തി സൂചകമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ലൈക്ക് വിശുദ്ധന്മാരുടെ ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ കാണുന്ന സ്റ്റേഷൻ ഓഫ് ക്രോസ് ആണെങ്കിലും ഓരോരുത്തർ അവർ മദർ മേരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ പിൽഗ്രിം സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭയങ്കര നോയിസി ആയിരിക്കും. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനത്തെ ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു ശാന്തതയൊക്കെ ഉള്ളൊരു സ്ഥലം. നമുക്ക് നമ്മുടെ മനസ്സിനൊക്കെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു സ്ഥലം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരോ മേക്ക് ചെയ്ത് വെച്ചൊരു ചെറിയൊരു ബൊക്കെ, ബട്ട് ഇറ്റ്സ് ലുക്ക് നൈസ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പോകുന്ന എല്ലാ വഴികളിലും ഓരോ സ്റ്റാച്യൂസ് ഉണ്ടാവും. ശരിക്കും മാതാവിൻ്റെ അടുത്ത് ചെന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെ ചാപ്പലിൽ നമുക്ക് ക്യാൻഡിൽസൊക്കെ കത്തിക്കാം. നമുക്കൊരു ബോക്സ് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കോയിൻസ് ഇടാം. എന്നിട്ട് നമുക്ക് ക്യാൻഡിൽ എടുക്കാം, കത്തിക്കാം. അതുപോലെ തന്നെ ഹോളി വാട്ടർ എടുക്കണമെങ്കിൽ ബോട്ടിൽസ് അവൈലബിൾ ആണ്. 75 പെൻസിൽ തുടങ്ങുന്ന ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോയിൻസ് അവിടെ ഇട്ടിട്ട് ആ ബോട്ടിലെടുക്കാം. അതുപോലെ തന്നെ അവിടെ ഒരു ടാപ്പ് ഉണ്ട്. ഹോളി വെല്ലിൻ്റെ അടുത്തൊരു ടാപ്പ് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഹോളി വാട്ടർ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും UK-യിലുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്.
അത്രയും ഒരു ഡിവിനിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കത് ചെന്ന് കണ്ട് ഫീൽ ചെയ്യാം എന്നല്ലാണ്ട് നമുക്ക് എത്രത്തോളം അത് പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് വെൻ യു ഗോ ദർ യു ഫീൽ ഇറ്റ്, ഡെഫിനറ്റ്ലി യു ഫീൽ ഇറ്റ്. ആക്ച്വലി ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഹോളി വെല്ലാണ്. ഇവിടുന്ന് വരുന്ന എല്ലാവരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദിസ് വാട്ടർ ക്യാരീസ് പ്രേയേഴ്സ് ആൻഡ് ഹീലിങ്സ് എന്നാണ് പറയുന്നത്. മദമേരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വാട്ടറിന് രോഗശാന്തികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ്സിൽ ആ വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും ഹോളി വാട്ടർ എടുത്തായിരുന്നു. ആൻഡ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നിറയെ പൂക്കൾ കൊണ്ട് ചുറ്റപ്പെട്ടൊരു സ്ഥലം, കുറേ മരങ്ങളും നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട്. പിന്നെ ആ മാതാവിനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ ഫീൽ ഉണ്ടല്ലോ, ദാറ്റ് വാസ് പ്യുവർ ഫീലിംഗ് യു വിൽ ഗെറ്റ് ഫ്രം ദർ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, stay blessed and stay peaceful. Thank you for watching.